ഹായ് മക്കളെ, ഞാൻ പ്രിയ. ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് വ്ളോഗ്. ഞാനും എൻ്റെ മോനും ശിവാജി നഗർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കാണിക്കാമെന്ന് വിചാരിച്ചേ. ബാംഗ്ലൂരിലുള്ള ശിവാജി നഗർ, കമേഴ്ഷ്യൽ സ്ട്രീറ്റ്, MG റോഡ്, അങ്ങനെ അടുത്തടുത്താണ് ഇതൊക്കെ. അപ്പോൾ ഞാനും എൻ്റെ മോനും മെട്രോയിലാണ് പോയത്. ഇതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് മോനാണ് വീഡിയോ എടുക്കുന്നത്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അവിടെ ചെക്കിംഗ് ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആ മെട്രോയിൽ പോയി കേട്ടോ. അത്ര വലിയ രക്ഷമൊന്നും ഉണ്ടായിട്ടില്ല മെട്രോ ഞങ്ങൾ അവിടെ കയറി നിർത്തുന്നു. പക്ഷേ അവിടെ കുറച്ച് പകുതി എത്താനാവുമ്പോൾ നല്ല രക്ഷമായി കേട്ടോ. പിന്നെ ആ മെട്രോയിൽ അധികം വീഡിയോ എടുക്കാനൊന്നും അവർ അവിടെ വിടില്ല. അവിടെ പോലീസൊക്കെ ഉണ്ടാവും, സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവും. അവർ വഴക്ക് പറയും, വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഇതിനുള്ളിൽ അധികമൊന്നും എടുത്തിട്ടില്ല. ചെറുതായിട്ട് മോനെ ആ സെക്യൂരിറ്റീനെ കാണണ്ടാണ് ഇതൊക്കെ എടുത്തത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിലൊരു മണിക്കൂർ ഞങ്ങൾ ഇരുന്നു. വലിയ രക്ഷമൊന്നും ഉണ്ടായിട്ടില്ല. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായി തോന്നുന്നു, അതുകൊണ്ട് അത്ര രക്ഷമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ MG റോഡ് എത്തി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു. 2 കിലോമീറ്റർ ഉണ്ടാവും MG റോഡിൽ നിന്ന് അവിടെ ശിവാജി നഗറിലേക്ക്. പക്ഷേ ഞങ്ങൾക്ക് ഇതാ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നടന്നിട്ട് പോകുന്നത്. ഞങ്ങൾ ആട്ടോയിലൊന്നും പോയില്ല, പക്ഷെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയില്ലാത്തപ്പോഴാണ് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്തത്. മോനിങ്ങനെ സൈഡിലുള്ള മറ്റേ ഷോപ്പുകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അവിടെ ഒരു ജാപ്പനീസിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. എൻ്റെ മോൻ പറയാം, നമുക്ക് അവിടെ ഉള്ളിലൊന്ന് പോകാമെന്ന് കുറേ പറഞ്ഞു. പക്ഷെ ഞാൻ അവനെ കൂട്ടിയിട്ടൊന്നും പോയിട്ടില്ല. അവിടെ എന്താണെന്ന് വെച്ചാലേ ഫുള്ള് ഇംഗ്ലീഷിൽ സംസാരിക്കും. എനിക്ക് വലിയ ഇംഗ്ലീഷ് അറിയാത്ത കൊണ്ട് ഞാൻ പേടിച്ചിട്ട് വേണ്ട അവൻ പറഞ്ഞ ഒന്നും വാങ്ങിക്കണ്ട, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ഉള്ളിൽ. പക്ഷെ ഞാൻ അവനെ കൂട്ടിപ്പോയിട്ടില്ല. രണ്ടാളും അങ്ങനെ നടന്ന് പോയി. ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല കേട്ടോ, ഇങ്ങനെ നടന്നിട്ട് ഇതിൽ പോകണമെന്നൊക്കെ അറിയില്ല. ഞങ്ങൾ കുറേ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചിട്ട് കുറച്ചങ്ങനെ വെറുതെ നടന്ന് വീഡിയോസൊക്കെ എടുത്ത് പോയി. എന്തായാലും ഒരു ½ നടന്നു എന്ന് വിചാരിക്കുന്നു. മഴയെ തന്നെ കുട എടുക്കാൻ മറന്നതുകൊണ്ട് മഴയെ തന്നെ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോവാണ്. അപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിലുള്ള ഈ ഷോപ്പുകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് എൻ്റെ മോന്. അങ്ങനെ ശിവാജി നഗർ എത്താറായിന്ന് തോന്നുന്നു. ഇതിപ്പോൾ MG റോഡിലാണ് ഞങ്ങൾ നടക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ കുറേ നടന്നു. നല്ല മഴ ഗൈസ് അന്ന്. എന്താണെന്നറിയില്ല, ഇത്ര ദിവസം മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അന്ന് ഷോപ്പിംഗ് പോകണമെന്ന് വിചാരിക്കുമ്പോൾ രാവിലെ തൊട്ട് നല്ല മഴയാണ്. ഞങ്ങൾ വരുന്നത് വരെയും നല്ല മഴയായിരുന്നു. ഇത് ഞങ്ങൾ എന്താക്കി, ശിവാജി നഗർ എത്തി. എല്ലാവരോടും ചോദിച്ച് ശിവാജി നഗറൊക്കെ എത്തി. അവിടെ നിന്ന് അവൻ പറഞ്ഞു എനിക്ക് കോന് വാങ്ങിച്ച് തരാൻ. അങ്ങനെ ഞാൻ കോന് വാങ്ങിച്ചു കൊടുത്തു. അവനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നടന്നല്ലോ. എന്നിട്ട് ഞാൻ ഒരു കുട വാങ്ങിച്ചു ഗൈസ്. എന്നാൽ അല്ലാണ്ട് പറ്റില്ല, നടന്ന് എങ്ങനെ എത്രാന്ന് സൈഡിൽ നിൽക്കുക. ടൈം വേറായി, രണ്ടാളെ വന്നതല്ലേ. അപ്പോൾ വേഗം വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇതായി സൈഡിലുള്ള നല്ല ഈ നൈറ്റ് ഡ്രസ്സൊക്കെ നല്ല ചീപ്പാണ് ഇവിടെ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ശിവാജി നഗർ, ബാംഗ്ലൂരിലുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ അറിയാം. പക്ഷേ ഇവിടെ ബാംഗ്ലൂരിൽ ഇതുവരെ വരാത്തവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, എല്ലാം കിട്ടും ഇവിടെ. ഒരു വീട്ടിലേക്ക് വേണമെന്ന എല്ലാ സാധനങ്ങളും ശിവാജി നഗറിൽ അവിടെ മാർക്കറ്റിൽ കിട്ടും. രാവിലെ ചുമ്മാ അങ്ങനെ നൈറ്റ് ഡ്രസ്സൊക്കെ ചോദിക്കുമായിരുന്നു, എത്രയാണ് എന്താണെന്നൊക്കെ. വാങ്ങിച്ചിട്ടൊന്നുമില്ല, അത് അങ്ങനെ ചോദിച്ചതാണ്. നെക്സ്റ്റ് വരുമ്പോൾ വാങ്ങിക്കാമല്ലോ. പിന്നെ എല്ലാ ലേഡീസ് ഇതന്നെയല്ലേ, വെറുതെ ഇങ്ങനെ നോക്കും, എല്ലാം ഇങ്ങനെ വലിച്ചിട്ട് എന്നിട്ട് ഒന്നും എടുക്കില്ല. അതുകൊണ്ടാണ് വീട്ടിലുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിംഗ് വരാത്തത്. അത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്ക് ഉച്ചയായി, ഒരു 2 മണി ആയിരിക്കും. അപ്പോൾ മോൻ പറയും എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാമെന്ന്. എന്നാൽ അടുത്ത് തന്നെ ഒരു ചെറിയ ഹോട്ടലാണ്, വലിയ ഹോട്ടലൊന്നുമല്ല, ചെറിയ ഹോട്ടലാണ്. അവിടെ നിന്ന് ഷവർമ കഴിച്ചു, പിന്നെ ബിരിയാണി കഴിച്ചു. ഒരു ബിരിയാണി വാങ്ങിച്ചു, രണ്ടാളും ഹാഫ് ബിരിയാണി കഴിച്ചു. എന്നിട്ട് പിന്നെയും ഷോപ്പിംഗ് തുടങ്ങി. ഇനി കുറേ സാധനം വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശിവാജി നഗറിൽ നിന്ന് നടന്ന് കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തി. അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. അവിടെ കുഴപ്പമില്ല, അവിടെയും കോസ്റ്റ്ലി ഒന്നുമല്ല കേട്ടോ. പക്ഷെ വലിയ ഷോപ്പിലൊക്കെ കോസ്റ്റ്ലിയാണ്. ഞങ്ങൾ ഈ സൈഡിൽ ഒരുപാട് കട ഉണ്ടാവില്ലേ, അവിടെയുള്ളതൊക്കെ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ വെഡ്ഡിങ്ങിനൊക്കെ ഇവിടെ നല്ല ഇതുണ്ട്, പർച്ചേസിങ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ. പിന്നെ കല്യാൺ സിൽക്സ് അറിയാമല്ലോ, ഇവിടെ എല്ലാ സിൽക്സും ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇവിടെ ഒന്നും എടുത്തില്ല. ഞങ്ങൾ മോന് ഈ ഷോപ്പൊക്കെ ഒന്ന് വീഡിയോ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുമായിരുന്നു. അങ്ങനെ കുറേ നടന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ നടന്നതാണ്. എവിടെയും റെസ്റ്റൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഇരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് അവിടെ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് പിന്നെയും നടന്ന്
ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറേ എടുത്തു. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ എന്താക്കി, പിന്നെ തിരിച്ച് നടന്നു പോയില്ല ഗൈസ്. മെട്രോ ഒരുപാട് നടക്കണമല്ലോ, നടന്ന് മതിയായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോയിലാണ് പോയത്. മെട്രോ പോയില്ല. പിന്നെയും ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റ് ഉണ്ട്, MG റോഡ്, അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അതുമല്ല ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ രണ്ടാളെ മാത്രം വന്ന് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും അവിടത്തേക്കും പോയേ. ചർച്ച് സ്ട്രീറ്റാണ്. അവിടെയും കുറേ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് 6 മണിയായിന്ന് തോന്നുന്നു. 6 മണിയല്ല, 6 മണിയായി. എന്നിട്ട് അവിടെ നിന്നും കുറേ ഇങ്ങനെ നടന്നു ഷോപ്പൊക്കെ കണ്ടു. പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇവിടുന്ന് ചർച്ച് സ്ട്രീറ്റിനൊന്നും വാങ്ങിച്ചില്ല, അവിടെ നല്ല കോസ്റ്റ്ലിയാണ്. ശിവാജി നഗരത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. എന്നിട്ടിങ്ങനെ പോവാണ് ഗൈസ്. എൻ്റെ സ്റ്റോറ് കഴിഞ്ഞു. അങ്ങനെ ചർച്ച് സ്ട്രീറ്റൊക്കെ തിരിഞ്ഞ് നേരെ ഞങ്ങൾ മെട്രോക്ക് എത്തിയേട്ടാ. മെട്രോയിലെത്തിയിട്ട് അവിടെ താഴെ ഇവൻ എന്തൊക്കെ വാങ്ങിച്ചേട്ടാ, കീ പഞ്ച്, അതെന്താണെന്ന് എനിക്കറിയില്ല. സ്റ്റിക്കർ അതൊക്കെ ഇവന് വീഡിയോ എടുത്തതാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞ് 2-3 എണ്ണമൊക്കെ അവൻ വാങ്ങിച്ചു. വേണം നിർബന്ധിച്ച് വാങ്ങിച്ചതാണ്, പറഞ്ഞാൽ കേൾക്കില്ലല്ലോ മക്കൾ. അങ്ങനെ അവിടെ നിന്ന് അവൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഒരു 4-5 എണ്ണം വാങ്ങിച്ചിട്ട് ഇനി ആരെങ്കിലും ഇത് വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തത്. MG റോഡിലുള്ള മെട്രോയിലാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. സ്റ്റിക്കർ എന്തൊക്കെയോ പറഞ്ഞവൻ, എനിക്ക് അറിഞ്ഞൂടെ ഇതിനെ പറ്റിയൊന്നും. ഇത് കാർട്ടൂണിൻ്റെ എന്തെയോന്ന് തോന്നുന്നു. അതിൻ്റെ കീ പഞ്ചാണ് അവൻ വാങ്ങിച്ചത്, ബാഗിന് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്റ്റിക്കറൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ വാങ്ങിച്ചില്ല. അവിടെ ഞങ്ങൾ നേരെ എന്താക്കി, അത് മെട്രോൻ്റെ ഇതിലാണുള്ളത്. അപ്പം അവിടുന്ന് അത് വീഡിയോ എടുത്തിട്ട് നേരെ മെട്രോ ഉള്ളിൽ കയറി അവിടുന്ന് ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. എന്നിട്ടിപ്പോൾ ട്രെയിന് കയറാൻ പോകണം. അങ്ങനെ ഈ വ്ലോഗ് ഇന്നത്തോടെ അവസാനിക്കുവാണ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പുതിയൊരു വിഷയമായിട്ട് വരാം ഗൈസ്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ലാംഗ്വേജിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഗൈസ്. എനിക്കറിയാം തെറ്റുണ്ടെന്ന്, പക്ഷേ ഇത് കൊടക് മലയാളമാണ് കേട്ടോ, കേരള മലയാളം അല്ല, കൊടക് മലയാളം. എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.